ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MOCയെ കുറിച്ചിട്ടാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സീമാന്ത അവസരാത്മക ചെലവ്. സീമാന്ത അവസരാത്മക ചെലവ് കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ആ ഇക്വേഷൻ ഇതാണ്: MOC ഓഫ് X ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുന്ന സാധനത്തിലെ മാറ്റം എന്നാണ് അർത്ഥം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സാധനത്തിലെ മാറ്റം. ഇപ്പോൾ ഒരു ടേബിൾ നമ്മൾ പറയുകയാണെങ്കിൽ 10 യൂണിറ്റ് അരി, 4 യൂണിറ്റ് ഗോതമ്പ്, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 10 യൂണിറ്റ് അരി എന്നുള്ളത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയും വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 യൂണിറ്റിൽ നിന്നും 1 യൂണിറ്റ് കുറച്ച് ഗോതമ്പിലെ 1 യൂണിറ്റ് നമുക്ക് എന്താണ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വീണ്ടും നമ്മൾ എന്താണ് 10 യൂണിറ്റിൽ നിന്നും 9 പിന്നെ അത് 8 എന്താണ് ചുരുക്കുകയാണെങ്കിൽ നമുക്ക് 2 യൂണിറ്റ് കൂടി നമുക്ക് കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതാണ് MOCയുടെ ആ ടേബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. MOCയും PPCയും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേബിൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MOCയെ കുറിച്ചിട്ടാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സീമാന്ത അവസരാത്മക ചെലവ്. സീമാന്ത അവസരാത്മക ചെലവ് കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ആ ഇക്വേഷൻ ഇതാണ്: MOC ഓഫ് X ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുന്ന സാധനത്തിലെ മാറ്റം എന്നാണ് അർത്ഥം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സാധനത്തിലെ മാറ്റം. ഇപ്പോൾ ഒരു ടേബിൾ നമ്മൾ പറയുകയാണെങ്കിൽ 10 യൂണിറ്റ് അരി, 4 യൂണിറ്റ് ഗോതമ്പ്, ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 10 യൂണിറ്റ് അരി എന്നുള്ളത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുകയും വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 യൂണിറ്റിൽ നിന്നും 1 യൂണിറ്റ് കുറച്ച് ഗോതമ്പിലെ 1 യൂണിറ്റ് നമുക്ക് എന്താണ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വീണ്ടും നമ്മൾ എന്താണ് 10 യൂണിറ്റിൽ നിന്നും 9 പിന്നെ അത് 8 എന്താണ് ചുരുക്കുകയാണെങ്കിൽ